അത് സാറേ അയാൾ മാനസിക രോഗിയായിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്നത് ഞങ്ങളുടെ ഇവിടെ ഒരുത്തരുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു ഞങ്ങൾ കൊണ്ട് കത്തിച്ചു അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ല ഈ സ്റ്റേഷന്റെ മുന്നേ നിന്ന് എടുക്കാമെന്നുള്ള ഇന്റർവ്യൂ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ജസ്നയുടെ ഒരു തലമുടിയെങ്കിലും കൊണ്ടൊന്ന് കാണിക്കുക. ഞങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചു, 3 വർഷം ഞങ്ങൾ അന്വേഷിച്ചു. ജസ്ന മരിയ ജെയിംസിന്റെ കേസ് ക്ലോസ്. ജസ്ന വാനിഷ് ആനന്ദ് ഐസാണ് അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഉദ്യോഗസ്ഥരത് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പോൾ CBI ഒന്നും ഉരുട്ടി തരാനില്ല, ക്രൈംബ്രാഞ്ച് ഒന്നും ഉരുട്ടി തരാനില്ല, ദൈവം ഒന്നും ഉരുട്ടി തരാനില്ല. നമ്മൾ അവശേഷ ജീവനെ കൊണ്ട് നമ്മൾ പോവാം. ഫ്ലൈറ്റിലൊന്നും ഇന്നുവരെ കയറിയിട്ടുള്ള പോലീസുകാരൊക്കെ ഫ്ലൈറ്റ് യാത്രയൊക്കെ നടത്തിയെന്നുള്ളത് ഈ ജസ്ന കേസിൽ ജസ്ന അതിനൊക്കെ വഴിവെച്ചു. ആമേൻ ആമേൻ ആമേൻ. പോരെ. നമസ്കാരം, ഞാൻ ജെയിംസ്. TV19 കേരളയിൽ ഒരു വെളിപ്പെടുത്തലുമായി കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രഘുനാഥൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു. ആ വെളിപ്പെടുത്തൽ പുറത്തേക്ക് വന്നു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ അത് 1.6 മില്യൺ ആ വാർത്ത പോയി. ഒരുപാട് പേർ ആ വാർത്ത കണ്ടു. ജസ്ന മരിയ ജെയിംസിനെ മറന്നു തുടങ്ങിയ മലയാളികൾ വീണ്ടും ഓർത്തു തുടങ്ങിയത് ആ വാർത്തയോട് കൂടിയിട്ടാണ്. പിന്നീട് അങ്ങനെ ചൂടുപിടിച്ചു. ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തലുണ്ടായി. മുണ്ടക്കയത്തെ രമണി എന്ന് പറയുന്ന സ്ത്രീ ജസ്ന മരിയ ജെയിംസിനെ നേരിട്ട് കണ്ടു. പിന്നീട് ലോഡ്ജ് ഉടമ ബിജു സേവ്യർ ഇപ്പോൾ ഇതാ ചോദ്യമുനയുടെ മുൻപിൽ നിൽക്കുകയാണ്. ചൂടുപിടിച്ച അന്വേഷണമൊക്കെ ഒരു ഉറങ്ങിയ മട്ടായപ്പോഴാണ് TV19 കേരളയിൽ ഈ വാർത്ത വരുന്നത്. ഇപ്പോൾ ഇതാ രഘുനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തി ഒളിവിലാണ്. അയാൾക്കിപ്പോൾ ജോലിയൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അയാളെ കൊലപ്പെടുത്തും എന്ന് പറഞ്ഞ് ഒരു സംഘം ആളുകൾ പിന്നാലെ കൂടിയിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളെ വിളിച്ചറിയിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഇതാ ഞാൻ വിളിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. പക്ഷേ അയാൾ പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് പോലും ഇനി വരില്ല, പോലീസിന്റെ മുമ്പിൽ വെച്ച് മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എന്നോട് ഫോണിൽ പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെ കാണുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. ചേട്ടാ നമസ്കാരം. 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 പോലീസ് സ്റ്റേഷൻ്റെ വാതിൽക്കാണല്ലോ. പോലീസ് സ്റ്റേഷന്റെ വാതിൽക്കൽ നിന്നിട്ടുള്ള ഇന്റർവ്യൂ മതി. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിൽക്കണ്ട എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. എന്താണ് ചേട്ടൻ്റെ ജീവന ഭീഷണിയാണ്? ഇപ്പോൾ ചേട്ടൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല, ജീവന ഭീഷണിയാണ്. ഒരിടത്ത് ഒളിച്ച് താമസിക്കുകയാണ്. ഏത് നിമിഷം നമ്മുടെ ജീവിതം പോകും. എൻ്റെ അനിയനെ ഇവർ കൊന്നിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരണത്തിന് തുല്യമായിട്ട് ജീവിക്കുന്നു. നമുക്ക് ദൂരത്തോടൊന്നും മാറണ്ട, കുറച്ചങ്ങോട്ടൊന്നും മാറി വയ്ക്കാം. വരും പ്ലീസ്. ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിൽ നിന്നും രഘുനാഥൻ നായർ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം സാർ, പറഞ്ഞോളൂ. ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാനത്തോട് ബന്ധപ്പെട്ടിട്ട് ചേട്ടൻ ഞങ്ങളുടെ ചാനലിൽ അന്ന് വെളിപ്പെടുത്തിയ വിഷയം ഏകദേശം 3-4 ദിവസം കൊണ്ട് 1.6 മില്യൺ കടന്നിരുന്നു. അങ്ങനെ വലിയ വാർത്ത. കേരളം പിന്നീട് അത് വലിയൊരു മലയാളികളെല്ലാം ഒരു വലിയ ചർച്ചയായിട്ട് അവർ എടുത്തു. ജസ്ന കേസ് അവർ മറന്നു തുടങ്ങിയിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അത് വീണ്ടും അതൊരു വാർത്തയായി, അത് തരംഗമായി മാറിയത്. ഇപ്പോൾ അത് അന്വേഷണം ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു, പോയ CBI കോടതി തിരിച്ചു വിളിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുണ്ടക്കയത്തുണ്ടായിട്ടുള്ള വെളിപ്പെടുത്തൽ, ആ സ്ത്രീ 5 മണിക്കൂറോളം ജസ്ന എന്ന പെൺകുട്ടിയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് പറയുന്നത്? ഒരിക്കലും അത് സത്യമല്ല. അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നില്ല. അത് ക്രിയേറ്റ് ചെയ്ത ഒരു വാർത്തയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ഒരുപക്ഷെ ആ സ്ത്രീയെ സ്വാധീനിച്ച് അവരെ കൊണ്ട് പറയിപ്പിച്ചതാകാം. ഒരു കാരണവശാലും അതുപോലെ ഒരു ലോക്കൽ ഹോട്ടലിൽ ജസ്റ്റിനെ പോയി നിൽക്കുക, അത് ഒരിക്കലും സംഭവമല്ല. അത്ര ലോക്കലല്ല കുട്ടി, വെട്ടിക്കരുടെ കുട്ടിയാണ്. ഇത്രയും തരം താന്നിയ ഒരു അത് ഒരിക്കലും വിശ്വസിക്കാനേ പറ്റില്ല. മാത്രമല്ല പറഞ്ഞ സ്ത്രീയുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം അവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നുള്ളത്. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കിക്കോളൂ, അത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. പക്ഷേ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങൾ, അവരുടെ വാക്കുകൾ, ജസ്ന ഇതിൻ്റെ 2nd ഫ്ലോറിൽ, ഈ ലോഡ്ജിൻ്റെ 2nd ഫ്ലോറിൽ നിൽക്കുന്നത് കണ്ടു. അത് ഏകദേശം ഒരു 11 മണി 12 മണി സമയത്ത്. ശേഷം അവർ ലോട്ടറി വിൽക്കാനായിട്ട് റോഡിലേക്ക് ഇറങ്ങിയിട്ട് മടങ്ങി അവർ വരുന്ന ഏകദേശം 5 മണി സമയത്ത് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നത് കണ്ടു എന്നുള്ളതാണ് ഈ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. അത് തീർത്തും വിശ്വസനീയമല്ലാത്തൊരു വെളിപ്പെടുത്തലാണെന്നുണ്ടെങ്കിൽ പിന്നെ CBI അവരെ വിളിച്ചു വരുത്തുകയോ ചോദ്യം ചെയ്യുകയോ മറ്റുള്ള കാര്യങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല ലോഡ്ജ് ഉടമ ബിജു സേവ്യർ, അയാളെയും CBI ചോദ്യം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് പറഞ്ഞാൽ സെൻറ് തോമസ് ടെക്സ്റ്റൈൽസോ അതിൻ്റെ ഞങ്ങളുടെ CCTVയിലാണ് ജസ്ന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കണ്ടത് എന്ന് പറയുന്നത്. ഒരിക്കലും ആ പെൺകുട്ടിയല്ല CCTVയിലുള്ളത്. അത് മുണ്ടക്കയത്തുള്ള കരിനിലത്തുള്ള മുസ്ലിം പെൺകുട്ടിയാണ്. അതെങ്ങനെയാവും? കാരണം പോലീസും ക്രൈംബ്രാഞ്ചും ലോക്കൽ പോലീസ് അത് കണ്ടെത്തിയ വിഷയമാണ്. ശേഷം ക്രൈംബ്രാഞ്ച് അത് ശരിവെച്ചു. കാരണം ആ ക്യാമറയിൽ കണ്ടത് ജസ്ന തന്നെയാണെന്നുള്ളത് CBI പിന്നീട് ശരിവെച്ചു. ആരൊക്കെ ശരിവെച്ചാലും ഞാനത് അംഗീകരിക്കില്ല. കാരണം വീട്ടിൽ നിന്ന് വെറും കൈയോടെ ഇറങ്ങിയ പെണ്ണ് ജസ്ന മുണ്ടക്കയത്തെത്തിയപ്പോഴത്തേന് എടുക്കാൻ വയ്യാത്തൊരു ബാഗും തോളെ തൂക്കിയിട്ട് തലയിലൊരു തട്ടമൊക്കെ ഇട്ട് അതിൽ നടന്നു പോവുക വിശ്വസിക്കാൻ പറ്റിയ കാര്യമാണോ? അത് ഡ്രസ്സ് ചേഞ്ച് ആകുക, അത് മുണ്ടക്കയത്തുള്ള വേറൊരു പെൺകുട്ടിയാണ്. ഒരിക്കലും അത് ജസ്നയല്ല. അതെന്തോ ആയിക്കോട്ടെ, ജസ്ന യാതൊരു കാരണവശാലും മുണ്ടക്കയത്ത് എത്തിയിട്ടില്ല. കുട്ടി സംഭവ ദിവസം അത് മുണ്ടക്കയത്ത് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അതിനെ കേച്ച് ചെയ്ത് കളഞ്ഞു ആൾക്കാർ. അതാണ് അവിടെ സംഭവിച്ചത്. അല്ല, ജസ്റ്റ് പോകുന്നത് ഓട്ടോറിക്ഷയിൽ കയറുന്നതും പിന്നെ ബസ് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങുന്നതും ബസ് കയറി മുണ്ടക്കയത്ത് ഇതൊന്നും കണ്ടിട്ടില്ല സഹോദര. ഒരു കാരണവശാലും അത് ജസ്നയല്ല. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ ഇവരെ ആരോ സ്വാധീനിച്ച് ഇവർക്ക് ഏതാണ്ട് ചില്ലറ കൊടുത്തിട്ട് ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന 6-7 വർഷമായി ജസ്ന മിസ്സായിട്ട്. ഇത്രയും നാൾ ഈ സ്ത്രീ എന്തുകൊണ്ട് മിണ്ടിയില്ല? അവരിപ്പം പറഞ്ഞ എൻ്റെ മക്കളെ പ്രായമുള്ളൂ, എൻ്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് വിഷമം തോന്നിയിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയല്ല സംഭവിച്ചു. പിന്നെ ആ സ്ത്രീ പറയുന്നുണ്ട്, അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അന്ന് ക്രൈംബ്രാഞ്ച് മൊഴി എടുത്തപ്പോൾ ആ ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ ഈ മൊഴി അവരൊന്ന് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അല്ല, അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള ഇവരെ പറ്റി കേൾക്കുന്നത് ഈ 10 ദിവസമല്ലേ ആയുള്ളൂ ഈ സ്ത്രീയെ പറ്റി നമ്മൾ അറിയാൻ തുടങ്ങി. അത് മാത്രമല്ല, അതെ മാധ്യമങ്ങൾ ഏറ്റെടുത്തതും ഇത് പുറത്തേക്ക് വന്നതും ഏഷ്യാനെറ്റ് ന്യൂസിൽ കൂടെ കഴിഞ്ഞ ദിവസം ഈ വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ടാണ് ഇത് ജനം അറിഞ്ഞത്. പക്ഷേ ആ സ്ത്രീയോട് സംസാരിക്കുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് കൃത്യമായിട്ട് അന്ന് ക്രൈംബ്രാഞ്ചിനെ വിളിച്ച് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. അന്ന് കൊടുക്കുന്ന സമയത്ത് ബിജു സേവ്യർ അതിന് തടസ്സം നിന്നു. ബിജു പറഞ്ഞത് നിങ്ങളിത് പുറത്ത് പറഞ്ഞാൽ നിങ്ങളെ ബാക്കി വെച്ചേക്കില്ല എന്ന് പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തി, ഇവരെ തല്ലി എന്നുള്ളത് ആ സ്ത്രീ പറയുന്നുണ്ട്. ഇത് എനിക്ക് വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല, ഒരിക്കലും അല്ല. ഇതൊക്കെ അവരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അവർ പറഞ്ഞതിനോട് യാതൊരു കാരണവശാലും
കൊടുത്താലും ഞാൻ അംഗീകരിക്കുന്നു. താങ്കൾ ഇപ്പൊ പറഞ്ഞല്ലോ ഈ പറയുന്നതിന് തെളിവുകളുണ്ട്. കാരണം ജസ്റ്റ് നടന്നു വരുന്നതും ജസ്റ്റിനെ അവിടുന്ന് ഓട്ടോറിക്ഷയിൽ കയറി അല്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പറഞ്ഞ ആ തെളിവാന്ന്? ആ ജസ്റ്റിനെ അല്ല, ജസ്റ്റിനെ ആണെന്നുള്ള അന്വേഷിച്ച് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. അത് മാത്രമാണ് ജസ്റ്റിനേതായിട്ട് അവൈലബിൾ ആയിട്ടുള്ള വിഷ്വലുകൾ. അത് ജസ്റ്റിനെ അല്ല, 100% ജസ്റ്റിനെ അല്ല. അത് എന്റെ മൊബൈലിലെ ഫോട്ടോ കിടപ്പുണ്ട്. ജസ്റ്റിനെ അല്ല. അത് പിന്നെ ആരാണത്? അത് മുണ്ടൊക്കെ കരിതനത്തുള്ള ഒരു പെൺകുട്ടിയാണ്. അല്ല, അത് താങ്കൾ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. അത് ഇപ്പോഴും അല്ല എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോഴും പറയും. പക്ഷേ ഈ CC ക്യാമറയിലുള്ള വിഷ്വലാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി മുണ്ടൊക്കെ എത്തിയപ്പോഴത്തേനും ഡ്രസ് കോഡ് കംപ്ലീറ്റ് മാറി. എടുക്കാൻ വയ്യാത്ത 10-40 കിലോ വെയിറ്റ് ഉള്ള ഒരു ബാഗും തോളയിലിട്ട് തട്ടമൊക്കെ ഇട്ട് മൂടിപ്പോച്ച് പോകുന്ന പെൺകുട്ടി അത് ജസ്റ്റിനാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തട്ടവിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഷോൾ പുതച്ചിട്ടുണ്ടാവില്ല എന്ന് ഓർത്തുകൊണ്ട് അവൾക്ക് വേണമെന്നുണ്ട് അവളുടെ കയ്യിൽ കരുതിയിരിക്കുന്ന ഷോൾ പുതയ്ക്കുകയോ, അതൊരു പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള അവളുടെ ബാഗിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ആകാമല്ലോ അതൊക്കെ. അതിപ്പോൾ നിങ്ങൾ ജസ്റ്റിനയുടെ പിതാവിനെ കണ്ടിട്ട് ചോദിക്കുക ഇത് ജസ്റ്റിന തന്നെയാണോ, അയാൾ കൺഫേം ചെയ്ത് തരും. ജസ്റ്റിനയുടെ പിതാവിനെ കാണിക്കുക, ഈ ഫോട്ടോ കാണിക്കുക, ആ വിഷ്വൽ ഒന്ന് നന്നായി കാണിക്കുക. ജെയിംസ്, ഇത് നിങ്ങളുടെ മോള് തന്നെയാണോ? എന്നെക്കാട്ടി കൂടുതൽ വ്യക്തമായിട്ട് അറിയാവുന്ന മനുഷ്യൻ അയാളല്ലേ. അയാൾ പറയാം ഇത് ജസ്റ്റിന ആണെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു. ജസ്റ്റിനയുടെ പിതാവ് പറയുവാണ് ഇത് ജസ്റ്റിന തന്നെയാണ് എന്ന് അയാൾ പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കാം. പക്ഷേ അത് ജസ്റ്റിനയല്ല. ജസ്റ്റിനെ മുണ്ടൊക്കെ എത്തിയിട്ടില്ല. ഈ വെച്ചുച്ചിറ ഭാഗത്തു നിന്ന് പെരുന്നാട് അവിടെ എവിടെയോ ഒരു ബോഡിയുടെ സ്കെൽട്ടൻ കിട്ടി, ചിന്നിച്ചെറിയ ഭാഗങ്ങളായിട്ട് ഉതറിയ അവിടെ ഇവിടെ എല്ലാം വീണ് കിടക്കുന്നു. 5-6 വർഷം പഴക്കമുള്ളതാണെന്നൊക്കെ പറയുന്നുണ്ട്. കേസ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊലയാളികൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോരോ ഡ്രാമയാണ് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി. CBI ക്ലോഷർ റിപ്പോർട്ട് CJI കോടതി ട്രിവാൻഡ്രത്ത് കൊടുത്ത് കേസ് ക്ലോസ് ചെയ്തതാണ്. ഉടനെ പിന്നെ ജസ്റ്റിനോട് അപ്പനെ ഏതാണ്ട് തെളിവുണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കേസ് രണ്ടാമത് റീഓപ്പൺ ചെയ്തിട്ട് അന്വേഷിക്കുകയാണ്. അപ്പം കൊലയാളികളിലേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെടുന്നത് കൊണ്ട് അവർ ഓരോരോ സ്റ്റോറി. അതുപോലെ തന്നെ നിങ്ങൾ കൊല്ലത്തുനിന്ന് നിങ്ങൾ തന്നെയല്ലേ പോയി ഇന്റർവ്യൂ എടുത്ത് ട്രെയിനിൽ ഒരു പെൺകുട്ടിയുടെ ജസ്റ്റിനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച ഒരു മനുഷ്യൻ ഒരാൾ പേടിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഇതൊക്കെ ഫേക്കാണ്, 100% ഫേക്കാണ്. രണ്ടാമത് കേസ് റീഓപ്പൺ ആയതിനു ശേഷമാണ് ഇങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നത്. അതുപോലെ തന്നെ തൊടുപുഴ കോതമംഗലത്തിനിടയ്ക്ക് ഒരു പാസ്റ്ററുടെ കൂടെ ജസ്റ്റിനെ കറക്കുന്ന വേണ്ടെന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഒരു ചാനലിൽ കയറി പറഞ്ഞിരുന്നു. ഇതെല്ലാം ഫേക്ക്. അന്വേഷണം വഴിതെറ്റിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെ നടക്കുന്ന ഫേക്ക് ന്യൂസുകളാണ്. എന്തിനായിരിക്കും ഇങ്ങനെ അന്വേഷണം ഒരു വഴിതെറ്റിക്കണം? ഇപ്പോൾ താങ്കൾ പറയുന്നുള്ളൂ അന്വേഷണം വഴിതെറ്റിക്കാനാണെന്ന് പറയുന്നത്. എന്തിനായിരിക്കും? കൊലയാളികളിലേക്ക് എത്തപ്പെടൽ. ഇത്രയും കാലം വിദേശത്ത് അർജന്റീന വരെ കണ്ട് ജസ്റ്റിനെ കണ്ടവരുണ്ട്. 191 രാജ്യങ്ങളിൽ യെല്ലോ നോട്ടീസ്. കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരെ അന്വേഷിക്കാൻ വിടുന്നില്ല കേസ്. അവിടെ കണ്ടു, ഇവിടെ കണ്ടു, അവിടെ കണ്ടു, ഇവിടെ കണ്ടു, മലപ്പുറത്ത് കണ്ടു, കൊണ്ടോട്ടി കണ്ടു, ഗോവയെ കണ്ടു, ഗുജറാത്തിൽ കണ്ടു, ഇത് ബാംഗ്ലൂരിൽ കണ്ടു എന്നും പറഞ്ഞ് ഇങ്ങനെ പറപ്പിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ. പിന്നെ വിദേശ രാജ്യങ്ങളിലുമായി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് സ്ഥിരമായിട്ട് നിന്നുള്ള അന്വേഷിക്കാനുള്ള ഒരു ഫേസ് കിട്ടുന്നില്ല. ഇപ്പം ജസ്റ്റിനോടൊപ്പം പറഞ്ഞു മുണ്ടക്കയത്ത് ഒരു പള്ളിയിൽ വ്യാഴാഴ്ച പ്രാർത്ഥന, സാത്താൻ സേവ. ഫേക്കാണ്. മുണ്ടക്കയത്ത് അങ്ങനെ ഒരു പള്ളിയില്ല. CBI കുറേ കാലം അതിൻ്റെ പിന്നാലെ. ഇത് എൻ്റെ അടുത്ത് ക്രിമിനോളജികളെന്ന് പറഞ്ഞിട്ട് 2 പിള്ളേർ ഫോണിൽ ബന്ധപ്പെട്ടായിരുന്നു 2019. യുവട്ടാ ഇങ്ങനെ ജസ്റ്റിനയുടെ കേസിനെ പറ്റി കുറച്ച് സംസാരിക്കാനുണ്ട്, ഒന്ന് ഒറ്റയ്ക്ക് കാണണം, സംസാരിക്കണം എന്ന് എന്നോട് പറഞ്ഞു ക്രിമിനോളജികൾ. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ അതിനെന്താ ഞാൻ കൊടുങ്ങല്ലൂരാണ്, നീ കൊടുങ്ങല്ലൂരോട്ട് പോരെ. അത് പറ്റത്തില്ല ചേട്ടന്, ഒന്നിൽ കോട്ടയത്തോട്ട് വരിക, കോട്ടയത്തെ പ്രസ് ക്ലബിൻ്റെ അടുത്ത് വന്നാൽ മതി, അവിടെ ഞങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഞാനിവിടെ ജോലിയാണ്, നിങ്ങൾ അവിടെ വരാൻ പറഞ്ഞു. ഇവർ ഒരു കാരണവശാലും അങ്ങോട്ട് വരത്തില്ല. അപ്പം പിന്നെ എന്നോട് പറഞ്ഞു ചേട്ടന് പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടില്ല, ചേട്ടൻ്റെ പൈസ തരാം, ഞങ്ങൾക്ക് എല്ലാ റിപ്പോർട്ടും വേണം, വിവരം വേണം, ഞങ്ങൾ ഈ കേസിനെ പറ്റി ജസ്റ്റിനയുടെ കേസിനെ പറ്റി അന്വേഷിക്കാൻ നടക്കുകയാണ്, ചേട്ടൻ വക്കീലിനെ വക്കീലിനെ വെച്ച് തരാം. അപ്പോൾ ഇവരുടെ സംസാരത്തിന് എനിക്കെന്തോ പന്തികൾ ഒറ്റയ്ക്ക് വരണമെന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്റർവ്യൂ എടുക്കാൻ എടുത്താൽ മതി, ഞാൻ അങ്ങനെ ഒരിടത്തും പോവില്ല എന്ന് പറഞ്ഞു. ഉടനെ ഇവരെ 2019 അവന്റെ പേര് ആൽബിൻ എന്നാണ്. ഈ താങ്കൾ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് ഈ ഒരു വിഷയം പറഞ്ഞിരുന്നു, ഒരാൾ ഇന്റർവ്യൂവിന് വേണ്ടി വിളിച്ചു എന്ന് പറഞ്ഞു. ഏത് ചാനലിലൊക്കെ? അതിപ്പോഴത്തെ അല്ല, ഇതിപ്പം പറയുന്നത് 2019. ഇവരെന്നിട്ട് നേരെ റിട്ടയർ SP ജോർജ് ജോസഫ് സാറിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നിട്ട് ഞങ്ങളിങ്ങനെ ക്രിമിനോളജിയിൽ പഠിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ ജസ്റ്റിന കേസിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ റിപ്പോർട്ടുകൾ പുള്ളി സാറിന് എഴുതി കൊടുത്തു. അത് വെച്ചിട്ടാണ് ജസ്റ്റിനയുടെ പിതാവ് സെൽഫായിട്ട് എൻക്വയറി നടത്തിയിട്ട് ഞാൻ കുറേ തെളിവുകൾ ശേഖരിച്ചു എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ ഹാജരാക്കിയിട്ട് ആ തെളിവിൻ്റെ പുറത്താണ് ഇപ്പോൾ രണ്ടാമത് CBI അന്വേഷിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു പള്ളിയോ അങ്ങനെ ഒരു പാസ്റ്ററോ അങ്ങനെ ഒരു പ്രാർത്ഥനാലയോ അവിടെ ഇല്ല, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഇപ്പോൾ CBI പോലൊരു അന്വേഷണ ഏജൻസി സത്യം പുറത്തു വരാനൊക്കെ വേണ്ടിയിട്ടാണ് ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലെത്തി പിന്നീട് അത് ജുഡീഷ്യൽ എൻക്വയറിക്ക് പോയാലും അതിൽ നിന്നൊക്കെ അവസാനം ഈ CBI എന്ന് പറയുന്നതിലേക്ക് സഹോദര, ഈ കേസ് തെളിയണമെങ്കിൽ തുടരന്വേഷണം എന്നുള്ളത് ക്ലോസ് ചെയ്യുക. പുനരന്വേഷണം ആദ്യമായിട്ട് കേസ് ആദ്യം മുതൽ അന്വേഷിച്ചാൽ ഈ കേസ് തെളിയിക്കണം എന്ന ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്ക് തെളിയിക്കാൻ ആത്മാർത്ഥതയില്ല, നിങ്ങൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ അന്വേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ റൗണ്ട് അടിക്കുകയാണെങ്കിൽ, ടൂർ നടത്തുകയാണെങ്കിൽ കേസ് തെളിയില്ല. അപ്പോൾ ഇത് ഇത്ര നാൾ നടന്ന തച്ചങ്കരിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ടൂർ, അയ്യോ അത് വെറും ടൂർ, വെറും ഫേക്ക്. തച്ചങ്കരി, KG സൈമണ്, മുഹമ്മദ് കബീർ റാവുത്തർ. മുഹമ്മദ് കബീർ റാവുത്തറിനോട് നിങ്ങൾക്ക് ഒരു ദേഷ്യം ഉണ്ടെന്നുള്ളത് മുൻപ് പറഞ്ഞപ്പോൾ കാരണം അയാളാണ് ഇതിന്റെ അടിത്തറ മാന്തിയത് ഈ കേസിന്റെ. താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നിലിരുന്ന് താങ്കൾക്ക് വട്ടാണ് എന്ന് പറഞ്ഞത് കബീർ റാവുത്തർ. അവരാണ് ഈ കേസ് ഇത്രയും സത്യനാശമാക്കിയത്. ഫസ്റ്റിലെ CBIക്ക് കൊടുത്തെനിക്ക് എന്നെ കേസ് തെളിഞ്ഞു പോയനെ. അപ്പോൾ
വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് അന്വേഷിച്ച ഏത് ഉദ്യോഗസ്ഥനാണ് ഇത് കുളമാക്കി എന്നുള്ളത് താങ്കൾക്ക് പറയാനുള്ളത്? വ്യക്തമായിട്ട് ഒരാൾ കൃത്യമായിട്ട് പേര് പറയുമ്പോൾ പലരുണ്ട്. മുഹമ്മദ് കബീർ റാവുത്തർ, അവിടുന്നാണ് കുളമായത് കേസ്. അത് കഴിഞ്ഞ് വന്നപ്പോൾ KG സൈമൺ ഇറങ്ങി പോകുന്ന സമയമായിരുന്നു. 1-2 മാസം ഉണ്ടായിരുന്നുള്ളൂ അയാൾക്ക് ഇൻചാർജ് ചെയ്തില്ല. കഴിഞ്ഞ് ഇവിടെ വന്ന് കൂടത്തായി കേസിലാക്കി യാതൊരു റോളും ഇല്ല. അയാൾ SP ആയിരുന്നു. അയാളുടെ അണ്ടറിലുള്ള SIയും മറ്റു ഉദ്യോഗസ്ഥന്മാരും അന്വേഷിച്ചാണ് കൂടത്തായി കേസ് കണ്ടുപിടിച്ചത്. KG സൈമൺ, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ച KG സൈമൺ അതിനകത്ത് റോളും ഇല്ല. അവരന്വേഷിച്ചുകൊണ്ടെന്ന് കൊടുക്കുന്ന റിപ്പോർട്ട് വായിച്ചിട്ടാണ് ഇയാൾ ഹീറോ ആയത്. ഓക്കെ, ഇതിപ്പോൾ CBIയിലേക്ക് എത്തി നിൽക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കുന്ന CBI ആണ്. അപ്പോൾ CBI എന്നുള്ള ഔട്ട് നമ്മൾ മുൻപും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും CBI വിശ്വസിക്കുന്നത്. അപ്പോൾ CBI തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാരണത്തിൻ്റെ പുറകെ ഇങ്ങനെ അവർ യാത്ര ചെയ്ത് കഴിയുമ്പോൾ റോങ് ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ അതിൽ യാത്ര ചെയ്യേണ്ട ആവശ്യമില്ല. അവർ യാത്ര ചെയ്യില്ലല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ക്ലോസ് ചെയ്യുന്നത്. അവർ ക്ലോസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അവർ ക്ലോഷർ റിപ്പോർട്ട് കൊടുത്തു. ഇപ്പോൾ രണ്ടാമത് റീഓപ്പൺ ചെയ്യാൻ കോടതി ഉത്തരവായി. അത് ജസ്റ്റിയുടെ പിതാവ് കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ജസ്റ്റിയുടെ പിതാവ് കൊടുത്ത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്തിയില്ല. അതിനിടയ്ക്കാണ് സ്കെൽട്ടൻ കിട്ടിയത് പെരുന്നാടൻ കണ്ട്. എനിക്കിപ്പോൾ മനസ്സിലായത് നമ്മുടെ അഭയ കേസ് 28 വർഷം കൊണ്ടാണ് CBI തെളിയിച്ചെടുത്തത്. അപ്പോൾ അതിലെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. 28 വർഷം ഒരു കേസ്, ഒരു ഹാഫ് തലമുറ മാറി കഴിഞ്ഞതിന് ശേഷമാണ് ഒരു കേസ് തെളിയുക. അതെന്ന് പറഞ്ഞ പോലെ ഇതും അതുപോലെ നീങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ 7 വർഷമായി. 7 വർഷമായിട്ടും യാതൊരു തുമ്പ് ഒരു തലമുടിനാര് പോലും ഇതുവരെ CBIക്ക് കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് വിളിച്ച് പറഞ്ഞ് എന്നെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. എന്നോട് യാതൊരു കാരണവശാലും അവരാരും സഹകരിക്കുന്നില്ല, എന്നെ വിളിപ്പിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഞാൻ കേരളം വിട്ട് പോകാതിരിക്കുന്നതിനെ CBI ഇന്ന് വിളിക്കും, നാളെ വിളിക്കുമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ അപകടത്തിലാണെന്ന് എനിക്ക് 100% അറിയാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2-3 ദിവസം മുമ്പ് ഒരു ചാനലുകാരൻ ഇന്റർവ്യൂ വിളിച്ചു. ഞാൻ ഏത് ചാനലാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേറൊരു ചാനലിൽ ഒരാൾ പറഞ്ഞിട്ട് നമ്പർ തന്നാണ്, അതുകൊണ്ട് വിളിക്കുന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പറ്റില്ല, ഒരു 2 പ്രാവശ്യം വിളിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു വരാമെന്ന്. പിന്നെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ അപകടമെന്ന് എനിക്ക് തോന്നി. ഒരു 11-11:30 വീണ്ടും അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റില്ല, എനിക്ക് അപകടമെന്ന് മനസ്സിലായപ്പോൾ അവരെന്നോട് ഭയങ്കരമായിട്ട് റേസായി. എന്താ പറഞ്ഞു അവർ പറഞ്ഞാൽ നേരത്തെ പറയരുത്, ഞങ്ങൾ ഇത്ര വണ്ടി ഓടിച്ച് വന്നതിന് ശേഷമാണോ നിങ്ങൾ പറയുന്നത്, നമ്മൾ യാതൊരു കാരണവശാലും ഇന്റർവ്യൂ തരില്ല, എന്നെ കൊണ്ട് ചെയ്യാമെന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഈ ജസ്ന മരിയ ജെയിംസ് ഒരു പ്രേയറിനോട് ബന്ധപ്പെട്ട് മുണ്ടക്കയത്ത് ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അത് ഫേക്കാണ്. ജസ്ന അങ്ങനെ ഒരു രഹസ്യ പ്രാർത്ഥന, അതൊക്കെ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് കൊലയാളികൾ കൊടുത്തുവിടുന്ന ഓരോ നാടകങ്ങളാണ്. താങ്കൾക്ക് എന്താണ് ഈ ജസ്നയുടെ പിതാവിനോട് ഒരു പലപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്തോ ഒരു താല്പര്യം, ഒരു വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടുള്ള പിണക്കല്ല, വ്യക്തിപരമായിട്ട് പിണക്കൊന്നുമില്ല. കാരണം ഭാര്യ നഷ്ടപ്പെട്ടു, ഭാര്യ മരിച്ച്, ഇതുവരെ ഒരു കുടുംബം മോളും നഷ്ടപ്പെട്ടു. 6 മാസത്തിനുള്ളിൽ എന്തെല്ലാം ആ കുടുംബത്തിൽ സംഭവിച്ചു. വളരെ വിഷമത്തിൽ നടക്കുന്ന ഒരു മനുഷ്യൻ. എനിക്ക് അയാളോട് സഹതാപമേ ഉള്ളൂ. പക്ഷേ അയാൾ ആ മിഥ്യാഭിമാനം കളയുന്നില്ല. ഞാൻ ഈ കേസിന് വേണ്ടി ഇത്രയും മുന്നിട്ട് ഇറങ്ങിയിട്ട് എന്നെ അദ്ദേഹത്തിന് എന്തിനാണ് ഒരു ദുരഭിമാനത്തിന്റെ ആവശ്യം എന്താണ്? അദ്ദേഹത്തിന്റെ മകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിനോട് ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ, അതിനോട് ബന്ധപ്പെട്ടിട്ട് അദ്ദേഹം അനുഭവിക്കാത്ത ബുദ്ധിമുട്ടുകൾ ഒരു പിതാവ് ഈ ലോകത്തിൽ അനുഭവിക്കുന്ന എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതിനൊക്കെ അപ്പുറം അദ്ദേഹം അനുഭവിച്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്തത്, അദ്ദേഹം തന്നെയാണ് കുഴിച്ചിട്ടത്. എന്തെല്ലാം പ്രശ്നങ്ങളായിരുന്നു, എന്തെല്ലാം ചർച്ചകളായിരുന്നു, എവിടെയെല്ലാം മാന്തി പൊളിച്ചു. അനുഭവിക്കാനുള്ളതെല്ലാം അച്ഛൻ അനുഭവിച്ചു. പിന്നെ എന്താണ്? പിന്നെ അയാളെ അഭിമാനത്തിൽ നിന്ന് ദുരഭിമാനത്തിൽ നിന്ന് മാറുന്നില്ലല്ലോ. കോടതി വെച്ച് 10 പ്രാവശ്യം ഞാനുമായിട്ട് കണ്ടു. ഒരക്ഷരം അയാളോട് മിണ്ടുന്നില്ല, ഫോൺ നമ്പർ എനിക്ക് തരത്തില്ല. ഇത്രയും പ്രഭാതമായ ഒരു കേസിൽ അയാളുടെ മകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളിങ്ങനെ മുന്നിട്ടിറങ്ങി നിൽക്കുമ്പം ഒരു പ്രാവശ്യമെങ്കിലും ചേർത്ത് പിടിച്ചിട്ട് കൂടെ അയാൾ നീ താൻ എന്ത് കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെങ്കിലും ഒന്ന് ചോദിക്കണ്ടേ? അയാൾ നമ്മളെ അവോയ്ഡ് ചെയ്യുകയാണ് ഇപ്പോഴും. ഞാൻ അയാളുടെ മകളെ രക്ഷിക്കാനൊന്നുമല്ല, ഞാൻ എൻ്റെ മക്കളെ രക്ഷിക്കേണ്ടിയിട്ടായിരുന്നു. ഇനി അപ്പോൾ രക്ഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾ 4 പേരുടെ ജീവൻ ഇതിനു വേണ്ടി പോകുന്നതാണ്. ഒന്ന് എൻ്റെ അനിയൻ്റെ പോയി കഴിഞ്ഞു എന്നാണ് അറിഞ്ഞത്. എൻ്റെ 2 മക്കളുടെ അല്ലേ. ഞങ്ങളുടെ 3 പേരുടെ ജീവൻ ഇനി പോകാനുണ്ട്, അത് പോകും. ജസ്ന കേസ് അവിടെ ക്ലോസ് ആകുകയും ചെയ്യും. താങ്കൾ പറയുന്നത് താങ്കളുടെ ഭാര്യയാണ്? ഭാര്യ മാത്രമല്ല, ആ കുടുംബം, ആ ഗ്രൂപ്പ്, ഭാര്യയും സഹോദരങ്ങളും അടങ്ങുന്നവരാണ് താങ്കളുടെ മക്കളെ അടക്കം അപകടപ്പെടുത്തുമെന്ന് പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്. കാരണം താങ്കളോട് വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് താങ്കളെ അപകടപ്പെടുത്താം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാം, അങ്ങനെ ചെയ്യാം. പക്ഷെ താങ്കളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെയും കൂടെ മക്കളല്ലേ? ആ സ്ത്രീയുടെ അവരും അങ്ങനെയുള്ള ആൾക്കാരാണ്. അവർക്ക് സ്നേഹവും ബന്ധവും സ്വന്തവും ഒന്നുമില്ല. നിങ്ങൾ ഇപ്പം പോയിട്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ ഞാൻ വരാൻ തയ്യാറാണ്. നിങ്ങൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമോ? നിങ്ങളാണ് പോകണ്ടേ. എനിക്ക് അവരുടെ വീട് പോലും അറിയത്തില്ല. ഞാൻ 2017 അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും മറ്റുള്ള ഡീറ്റെയിൽസ് അവരെ പറ്റി യാതൊരു ഡീറ്റെയിൽസ് ഇല്ല. അത് നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയാമല്ലോ. എവിടെയാണ് ഇപ്പോൾ അവരുള്ളത്? അവർ മുട്ടപ്പള്ളി ആ ഭാഗത്ത് എവിടെയാണെന്നാണ് എന്നോട് അന്ന് ജികൾ പറഞ്ഞത്. മുഹമ്മദ് കബീർ റാവുത്തർ പറഞ്ഞു അവർ മുട്ടപ്പള്ളി എവിടെ താമസമുണ്ട്, നീ ആ വഴിക്കങ്ങ് പോയേക്കരുത്. അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതല്ലേ? ഇപ്പോൾ അവരെവിടെയാണുള്ളത് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. ജീവനുണ്ടോന്ന് പോലും എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുക? എൻ്റെ അനുഭവം ഞാൻ അനുഭവിക്കുന്നത്, അതായത് അച്ഛനെന്ന നിലയ്ക്ക് അവർ ജീവനോട് ഉണ്ടോ അന്വേഷിക്കേണ്ടത്. കുന്നത്ത് വീട്ടിൽ ജെയിംസ് അനുഭവിക്കുന്ന അതേ വേദന, അതിലും കട്ടുകയറിയ വേദനയാണ് ഞാൻ 24 മണിക്കൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. ജെയിംസിന് മനസ്സിലായി ജസ്ന മരിച്ചുപോയി, നായക്ക് അത്ര ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ഇനി ആ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവനോട് ഇരുന്ന് ദിവസത്തിന് ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. മരണവേദന, പട്ടിണി, ദാരിദ്ര്യം. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഏതെങ്കിലും വിധത്തിൽ അവർ ഇല്ലാതാക്കുക, ഇല്ലെങ്കിൽ പോലീസിന്റെ സഹായത്തോടെ വേണം എന്നെ ഏതെങ്കിലും കേസിൽ പെടുത്തുകയോ അകത്താക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കാര്യം ഓക്കെ. ജസ്ന കേസ് ഒരിക്കലും തെളിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആത്മാർത്ഥമായിട്ട് കേസ് അന്വേഷിക്കുകയും തെളിയിക്കണം എന്നുള്ള ആത്മാർത്ഥത ഉണ്ടെങ്കിൽ വെറും 1 മാസം 15 ദിവസം കൊണ്ട് ഈ കേസ് തെളിയും. പക്ഷെ അവർക്ക് ആത്മാർത്ഥത വേണം. 2 ഭാഗത്തു നിന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനത് പറഞ്ഞതിന് ഒരുപാട് ചീത്തവിളി ഞാൻ കിട്ടും. എന്തുകൊണ്ടാണ് ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഇങ്ങനെ വെള്ളത്തിൽ വരച്ച് വരയായി പോകുന്നത് എനിക്ക് ദുഃഖവുമുണ്ട്. താങ്കൾ പോലീസിന് മുമ്പിൽ ഒരു അപേക്ഷ താങ്കൾ പറയുകയാണ്. KG സൈമന്റെ മുമ്പിൽ, സാക്ഷാൽ SP KG സൈമന്റെ മുമ്പിൽ താങ്കളുടെ മുഖാമുഖം KG
സൈമൺ ഇരിക്കുന്നു, താങ്കളുടെ പിന്നിലായി ഡിവൈഎസ്പി റാവുത്തർ ഇരിക്കുന്നു. അദ്ദേഹം പിന്നിലിരുന്ന് താങ്കൾ എന്തോ ഒരു സാഹചര്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അദ്ദേഹം പിന്നിലിരുന്ന് ഇയാൾക്ക് പിരിപോയിരിക്കുകയാണ് SP-യോട് പിന്നിലിരുന്ന് കാണിക്കുന്ന സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. 2 വർഷം താങ്കളെ ഇട്ടത് ഭ്രാന്തന്മാരുടെ കൂടെ ഒരു ജയിലിലല്ല ഇട്ടത്, ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ ഒരു ട്രീറ്റ്മെന്റിന് അവിടെ ആ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടല്ല ഇട്ടത്. താങ്കളെ കോടതി പറഞ്ഞു വെച്ചത് കാക്കനാട് ജില്ലാ ജയിലിലേക്ക്, അവിടെ ചപ്പാത്തി യൂണിറ്റ് ജോലിയായിരുന്നു. അപ്പൊ 2 വർഷത്തോളം അവിടെ കടന്നപ്പോൾ ആരും താങ്കൾക്ക് മെന്റൽ ആണെന്ന് പറഞ്ഞിട്ടില്ല. ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർ ഒരു DYSP എന്ന് പറഞ്ഞ ആരാണ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്, SP-യുടെ താഴെ 2-3 പേരാണ് വരുന്നത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് സഹതാപം തോന്നിയിട്ടുണ്ട്. അവർക്ക് ഈ കേസ് തെളിയണമെന്നോ മുന്നോട്ട് പോകണമെന്നോ ഒന്നും അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് ഇത് എങ്ങനെ ചാപ്റ്റർ ക്ലോസ് ചെയ്യണം എന്നുള്ള ഇതേ ഉള്ളൂ. അത് ക്രൈംബ്രാഞ്ച് ആയാലും ഇപ്പോഴത്തെ CBI ആയാലും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു മെത്തേഡിലാണ്. കേസ് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവർ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഓടേണ്ടി വരും. ഇതിപ്പോൾ ഓടൊന്നും വേണ്ട, അത് മെൻ്റൽ അവന് ഭ്രാന്താണ്, അവനെന്തെങ്കിലും പറയാം, നമ്മൾ നോക്കണ്ട. ഇതിപ്പോൾ ഈ വകുപ്പിൽ വിദേശത്ത് പോയി കുറേ ആളുകൾ പുട്ടടിച്ചു തോന്നുന്നു അല്ലേ? ഫ്ലൈറ്റ് യാത്ര, ഫ്ലൈറ്റിലൊന്നും ഇന്ന് വരെ കയറിയിട്ടില്ലാതെ പോലീസുകാരൊക്കെ ഫ്ലൈറ്റ് യാത്രയൊക്കെ നടത്തിയെന്നുള്ളത് ഈ ജസ്ന കേസിൽ ജസ്ന അതിനൊക്കെ വഴി വെച്ചു അല്ലേ? ഒരുപാട് പേര് ഫ്ലൈറ്റ് യാത്ര നടത്തി. ഗോവയിൽ പോയി, ബറോഡയിൽ പോയി, ബോംബെ പോയി, ബാംഗ്ലൂരിൽ പോയി, ചെന്നൈയിൽ പോയി. ഒരത്തുനിന്ന് വന്നു കഴിയുമ്പോഴത്തെ അടുത്ത ടൂർ തയ്യാറായി വിദേശയാത്രകൾ നടത്തിയിരുന്നു. പല ഉദ്യോഗസ്ഥന്മാരും വിദേശയാത്രകൾ നടത്തിയിരുന്നു. ഞാനും താങ്കളും ഈ നിൽക്കുന്ന ക്യാമറമാനും ഇവരെല്ലാവരും കരവടച്ച കാശുണ്ട്, ഇവരെല്ലാവരും ഫ്ലൈറ്റ് യാത്ര നടത്തി. പക്ഷേ ഇന്നും താങ്കൾ പറഞ്ഞ വലിയൊരു പോയിന്റാണ്, ഞാൻ തീർച്ചയായിട്ടും അത് തള്ളിക്കളയുന്നില്ല. ഒരു ജസ്റ്റിനോട് ഒരു മുടി കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ ഇവർക്കാരെങ്കിലും? അതല്ല ഞാൻ പറഞ്ഞേ. എന്നിട്ട് നമ്മളെ അവർ അവോയ്ഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കേസ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കേസ് തെളിയണ്ടെന്ന് അവർ കടുങ്കെട്ട് കെട്ടിയിട്ടിരിക്കുക. ഈ മുണ്ടക്കയത്തെ ലോഡ്ജിൽ വന്ന് കയറി 2nd ഫ്ലോറിൽ വെച്ച് കണ്ടു. ആ സ്ത്രീയുടെ വെളിപ്പെടുത്തൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു. അതിനുശേഷം CBI അവരെ ചോദ്യം ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നിങ്ങൾ പറയുന്നു ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണെന്ന് പറയുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയാണ്? ഇത് വഴിതിരിച്ചു വിട്ടിട്ട് ആർക്കാണ് നേട്ടം? അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ, ഈ വഴിതിരിച്ചു വിടാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് കൂട്ടു നിൽക്കുന്നവരാണോ CBI പോലൊരു ഏജൻസി? ഒരിക്കലും ഇങ്ങനെയുള്ള കളികൾക്ക് കൂട്ടു നിൽക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ അവരെ വിളിച്ചു വരുന്നത്. എനിക്കറിയില്ല ഭായി, അവർ മനുഷ്യരല്ലേ. നിങ്ങൾ പറയുന്ന പോലെ അവർ അങ്ങനെ അതിന് കൂട്ടു നിൽക്കത്തില്ലെങ്കിൽ എന്തുകൊണ്ട് അവർ എന്നെ വിളിച്ചിട്ട് മൊഴി എടുക്കുന്നില്ല? അല്ല, തീർച്ചയായിട്ടും ഈ കേസിനോട് ബന്ധപ്പെട്ടിട്ട് താങ്കളുടെ വെളിപ്പെടുത്തലുകൾ അവർക്ക് എന്നെ പോലെ ശക്തമായി വെളിപ്പെടുത്തി ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഇത്രയും വെളിപാട് നടന്നതിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആളുകളുടെ പേര് സഹിതം എണ്ണി ഡേറ്റ് സഹിതം പറയുന്നത് നിങ്ങളോട്. എന്നിട്ട് നിങ്ങൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ CBI മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നതല്ലേ? കേസ് തെളിയണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഒഴിവാക്കുന്നത് എനിക്കറിയില്ലല്ലോ. CBI ഞാൻ പറഞ്ഞതാണ്, എന്റെ ഭാര്യയുടെ ജ്യേഷ്ഠതയുടെ മോന്റെ കാമുകിയായിരുന്നു ജസ്ന. വളരെ രഹസ്യമായിട്ട് കൊണ്ടുവന്ന കാര്യമാണ്. കേരളമല്ല, ലോക മലയാളികൾ ഇത്രയേറെ ചർച്ച ചെയ്ത ഒരു കേസ് വേറെയില്ല. ജസ്ന മരിയ ജെയിംസ് പോലെ അന്വേഷണവും നമ്മുടെ രാജ്യത്ത് തന്നെ ഇതുപോലെ അന്വേഷണം നടന്ന കേസില്ല. അതിൽ ഇത്രയും പ്രമാദമായ ഈ കേസിൽ ഇത്രയും വലിയ വാർത്ത നമ്മൾ തന്നിട്ടും ഒരു പ്രാവശ്യം പോലും നമ്മളെ വിളിപ്പിച്ചിട്ട് നീ എന്തോളായി പറഞ്ഞത്, എന്തിനാളായി ഇത് പറയുന്നത്, നിനക്ക് നിർത്തിക്കൂടെ എന്ന് പോലും ചോദിക്കാൻ CBIക്ക് പറ്റുന്നില്ല. നീ പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? നീ എന്താണ് ഈ കാണിക്കുന്നത്? അല്ല, നമ്മൾ ഷൗട്ട് ചെയ്യുക, ഇതൊന്നുമില്ല, നമ്മളെ ടോട്ടലി അവോയ്ഡ് ചെയ്തിട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് CBIയും ഈ കേസ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം താങ്കൾ ജയിലിൽ കിടന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഹൈക്കോടതി ജഡ്ജിയുടെ കാറിൽ കരിയോയിൽ ഒഴിച്ച കേസാണ്. അപ്പോൾ മാനസിക നില തെറ്റിയ ഒരാളെന്നുള്ള നിലയിലാകുമല്ലോ അങ്ങനെ അവർ കാണുന്നുണ്ടാവാം. എന്നാ പിന്നെ പിടിച്ച് പ്രാന്താശുപത്രി ഇട്ടുകൂടെ? ഞാൻ അന്ന് പറഞ്ഞാലല്ലേ ഇന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മാനസിക രോഗിക്ക് അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ? ശരി, ജസ്റ്റിയുടെ ഒരു തലമുടിയെങ്കിലും കൊണ്ടൊന്ന് കാണിക്കുകയും. ഞങ്ങൾ ഇത്രയും കാലം അന്വേഷിച്ചു, 3 വർഷം ഞങ്ങൾ അന്വേഷിച്ചു. അല്ലെ, ക്രൈംബ്രാഞ്ച് പറയാം 7 വർഷമായിട്ട് ഞങ്ങൾ നോക്കുന്നത് ജസ്റ്റിയുടെ തലമുടി കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് ഇവിടെ കിടക്കുന്ന സെമിത്തേരിയിൽ നിന്ന് കൊണ്ടുവന്ന് സ്കെൽറ്റൻ കൊണ്ടിട്ടിട്ട് ഇതിപ്പോൾ എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് ജസ്റ്റിയുടെ പിതാവ് ഏതാണ്ട് പള്ളിയുടെയോ വ്യാഴാഴ്ച പ്രാർത്ഥനയൊക്കെ പേര് പറഞ്ഞ് കുറേ തെളിവുകൾ കോടതി കൊടുത്തു. അത് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് ഇപ്പം സ്കെൽറ്റൻ കിട്ടിയെന്ന് പറഞ്ഞ് ഇത് കിട്ടി, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മുണ്ടക്കായ ലോഡ്ജി കണ്ടു എന്ന് പറഞ്ഞു, അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് എല്ലാം കൂടി ഇതെല്ലാം കള്ളത്തരമാണ്, ഇതിലൊന്നും കിട്ടിയില്ല എന്നും പറഞ്ഞ് തുമ്പൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലോസ് റിപ്പോർട്ട് എഴുതിയിട്ട് CJM കോടതി കൊടുത്തിട്ട് കേസ് അങ്ങ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന അത്രേ ഉള്ളൂ. അങ്ങനെ പോയി യാതൊരു സാധ്യതയില്ല. കാരണം പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ വെളിപ്പെടുത്തൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ വെളിപ്പെടുത്തൽ മുണ്ടക്കയത്തുള്ള ആ ഒരു വെളിപ്പെടുത്തൽ ലോഡ്ജിൽ വന്നു എന്ന് പറയുന്നത് അതിപ്പോൾ അന്വേഷിക്കും. അതിപ്പോൾ ഒരു 2-3 മാസം കൂടെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് പറയാം അത് അവർ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ പേരിൽ വന്നതാണ്, അതിൽ യാതൊരു കഴമ്പുമില്ല, അത് ക്ലോസ് ചെയ്യും. സ്കെൽട്ടൻ അതല്ല ഏതെങ്കിലും പുരുഷന്റെയോ അല്ലെങ്കിൽ അതിന്റെ ഇത് കിട്ടിയില്ല, അതും ക്ലോസ് ചെയ്യും. ജസ്റ്റിനോട് അപ്പം പറഞ്ഞ ആ പള്ളി കണ്ടില്ല, പാസ്റ്ററെ കണ്ടിട്ടില്ല, പ്രാർത്ഥനാലയം കണ്ടിട്ടില്ല, അതും ക്ലോസ് ചെയ്തു. ക്ലോസർ റിപ്പോർട്ട് കൊടുത്തു, കേസ് ക്ലോസ്. ജസ്റ്റിന മരിയ ജെയിംസിന്റെ കേസ് ക്ലോസ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ ജസ്റ്റിന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടില്ല എന്ന് താങ്കൾ പറയുന്നത്, ജസ്റ്റിന് പിന്നെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ വാനിഷായിട്ട് പോയോ? അതല്ലേ ചോദിക്കുന്നത്. എരുമേലി വരെ പോയി കണ്ടവരുണ്ടെന്ന് പറഞ്ഞു, മുണ്ടക്കയത്തുള്ള ബസ് കയറിയെന്ന് കണ്ടെന്ന് പറഞ്ഞു. അത് ജസ്റ്റിനെയാണെന്നുള്ളത് ഉറപ്പിച്ചാണ് CC ക്യാമറ. കണ്ണിമല വരെ ഉള്ളത് ജസ്നയാണ്, അതിനപ്പുറത്തുള്ള ജസ്നയല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് കണ്ണിമലയ്ക്ക് ശേഷം അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി ഒരാളെ ഒരുക്കി നിർത്തിയിരുന്നു? അപ്പോൾ അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടിയല്ല, എങ്ങനെ യാത്ര ചെയ്യാൻ? ജസ്ന മരിയ ജെയിംസിന് പകരമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നതും മുണ്ടക്കയത്തോടെ പോകുന്നതും ആ സെന്റ് തോമസിന്റെ CC ക്യാമറ വിഷനിലൊക്കെ എനിക്ക് ഇത്ര അറിയാം. സെന്റ് തോമസിന്റെ CCTV കാണുന്നത് ജസ്നയല്ല, 100% ജസ്നയല്ല, 101% ജസ്നയല്ല. സെന്റ് തോമസിന്റെ CCTV കാണുന്ന ജസ്നയേ അല്ല. അത് അന്ന് ഞാൻ താങ്കളോട് പറഞ്ഞതാണ്, ആ ഫോട്ടോയും താങ്കളെ കാണിച്ചതാണ്. ജസ്നയാണ്, അല്ലെ ജസ്നയ്ക്ക് സാദൃശ്യമുള്ള സ്ത്രീ അവിടെ മുണ്ടക്കയത്ത് കണ്ടു എന്നുള്ളത് ഫോട്ടോസൊക്കെ മുൻപ് വന്നിട്ടുള്ളതാണ്.
ഞാനത് ശരിക്കും ചെക്ക് ചെയ്തതിന് ശേഷമാണ് പറയുന്നത് ജസ്നെ അല്ലത്. ജസ്നെ നമുക്ക് കാണേണ്ടത് ജസ്നെ പറ്റിയാണ്. ജസ്ന മരിയ ജെയിംസിന്റെ മിസ്സിംഗ് കേസാണ് അന്വേഷിക്കുന്നത്. ജസ്നെ പോലെ ഒരാളുടെ അന്വേഷണം അല്ല നമുക്ക് വേണ്ടത്. അപ്പോൾ താങ്കൾ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ ഓട്ടോയിൽ കയറിയ പോയ ജസ്നെ പിന്നീട് CC ക്യാമറയിൽ ഒന്നും അവൾ പതിഞ്ഞിട്ടില്ല. കണ്ണിമല ഒരു ബാങ്ക് ഉണ്ട്, കോപ്പറേറ്റീവ് ബാങ്ക്. ആ ബാങ്കിന്റെ വിഷ്വലിൽ കണ്ട് ജസ്നയുടെ ഒരു ചെറിയ കോപ്പി പതിഞ്ഞു എന്നാണ് പറയുന്നത്. അത് ഞാൻ അടിച്ചു നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതേ യാത്രയുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് വേറൊരു പെൺകുട്ടിയെ തട്ടമിട്ട് തലയിൽ ഒരാളെ കരുതിയിരുന്നു. പിന്നീട് അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള അന്വേഷണം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം ക്രമീകരിച്ചിട്ടാണല്ലോ ആ ഒരു അന്വേഷണം എന്ന് പറയുന്നത്. ആ അന്വേഷണത്തിൽ പിന്നീട് CC ക്യാമറയിൽ പതിഞ്ഞു നോക്കുക. അപ്പോൾ പിന്നെ ആരാണ്? 40 കോടി ജനങ്ങളുള്ള 3.5 കോടി ജനങ്ങൾ കേരളത്തിലുള്ളിടത്ത് ഒരാളതിലെ യാദൃശ്യമായിട്ട് നടന്നു പോകുന്നു. അത് ഇവിടുത്തെ പോലീസുകാരും മാധ്യമങ്ങളും പൊക്കി പിടിച്ചിട്ട് ജസ്ന എന്ന് കാണിക്കുന്നതല്ല. അതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ? ജസ്ന പുലിക്കുന്നിനപ്പുറം പോയിട്ടില്ല. പുലിക്കുന്നിന് ഇപ്പുറത്ത് തന്നെ അതിനെ കേസ് ചെയ്തു കൊണ്ടുപോയി കൊന്നു. സംഭവം അത്രേ ഉള്ളൂ. നമ്മളെടുത്ത 2 ഇന്റർവ്യൂവിലും അതിന് മുമ്പ് നമ്മൾ പറഞ്ഞു 2019 18 മുതൽ നമ്മൾ 19 മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ. ഒരു ചാനലിൽ കയറിയിട്ട് ഞാൻ അന്നും പറഞ്ഞല്ലേ, ജസ്നയുടെ അപ്പൻ എന്നെ പൂട്ടിയിട്ടിട്ട് ടോർച്ചർ ചെയ്യപ്പോഴും ഞാൻ പറഞ്ഞല്ലേ നിന്റെ മോളെ കൊന്നു കളഞ്ഞാണെന്ന് പറഞ്ഞതല്ലേ. ഞാൻ അതല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജസ്ന വാനിഷ് ആനന്ദ ഐസാണോ? നിങ്ങൾക്ക് കേസ് തെളിയിക്കണം എന്ന ആത്മാർത്ഥതയുണ്ട്. നിങ്ങൾ കേസ് അന്വേഷിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ അന്വേഷണം ആത്മാർത്ഥമാണ്. കേസ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ വെറും 15 ദിവസം മതി ആ കേസ് തെളിയാൻ. വേണമെന്നുണ്ടെങ്കിൽ ജസ്നെ ലഭിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്നെ കിട്ടത്തില്ല. ജസ്നെ കിട്ടും എന്ന് പറഞ്ഞാൽ ജീവനോടെയോ അല്ലാതെയോ? അല്ലാതെ കിട്ടും. എന്ത് സംഭവിച്ചെന്നുള്ള അറിയാൻ പറ്റും. 15 ദിവസം മാക്സിമം. ഇപ്പോൾ ഉള്ള അന്വേഷണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ ഏത് രീതിയിലാണ് എന്ത് മാറ്റമാണ് വരുന്നത്? ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, CBIയോട് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്ന ആൾക്കാരെ ചോദ്യം ചെയ്താൽ മതി. അതിന് മാപ്പുസാക്ഷിയാക്കേണ്ടവരെ ആക്കി കഴിഞ്ഞാലും കേസ് തെളിയും. ഒരാളെ മാപ്പുസാക്ഷിയാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേസ് തെളിയാനുള്ളതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു അധ്യാപിക ഒരു വേലക്കാരനെ കൊന്ന കാര്യം പറഞ്ഞില്ലേ, അവരെ മാപ്പുസാക്ഷിയാക്കിയാൽ മതി. അതേ അധ്യാപികയെ വിളിച്ച് ചോദ്യം ചെയ്യുക, അവരോട് പറയുക, ഉള്ള സത്യം വിളിച്ച് പറഞ്ഞാൽ നിങ്ങളെ മാപ്പുസാക്ഷിയാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുള്ള സത്യം വിളിച്ച് പറഞ്ഞോളൂ. ജസ്ന കേസ് ഓപ്പൺ. 15 ദിവസം കൊണ്ട് പൂർത്തി. 15 ദിവസം. അതുവരെ ജീവനോടെ വേണം. ആരെങ്കിലും കൊന്നു കളഞ്ഞാൽ പിന്നെ നമ്മൾ ഇല്ല. ആരാണിപ്പോ താങ്കളുടെ പുറകെ? ഇപ്പൊ താങ്കൾ ജോലി ചെയ്യുന്നില്ല, ഒഴിഞ്ഞിരിക്കുന്നു പറയുന്നത്. എനിക്ക് ഭയങ്കര പേടി. എന്റെ പിന്നാലെ ആരോ ഉണ്ട്. കാരണം ജസ്നെ പറ്റി ജെന്യൂനായിട്ട് സംസാരിച്ച ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. ലോകത്താരും അംഗീകരിക്കാത്ത ഒരു സംസാരമാണ് നമ്മൾ സംസാരിച്ചത്. അപ്പൊ ഇനി ഇവന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുന്നതിന് മുമ്പ് ഇവനെ തട്ടിക്കളയാന്നുള്ള വല്ല ഇതുണ്ടാവും. അപ്പൊ എനിക്ക് പേടിയാണ്. എന്താണ് ഇനി ഒരു മുൻകരുതൽ? എന്തെങ്കിലും മുൻകരുതൽ കേരളം വിടുക എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചത്. ഞാൻ തന്നെ തങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെട്ട ഒരുപാട് പാടുപെട്ടിട്ടുണ്ട്. എന്താണ് ഇനിയിപ്പോ? എത്രയും പെട്ടെന്ന് കേരളം വിടുക എന്നേക്കുമായിട്ട്. അതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് 1-2 സുഹൃത്തുണ്ട് അന്യനാട്ടിൽ. അവിടെ ഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞൊരു ടിക്കറ്റ് എങ്ങനെയും പെട്ടെന്ന് അയച്ചതാ, നമ്മൾ കയറിയേക്കാം. ഇവിടെ എൻ്റെ ജീവൻ അപകടത്തിലാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. എനിക്കിനിപ്പോൾ എൻ്റെ മക്കളെ കിട്ടത്തില്ല. ഞാൻ കയറി ചെല്ലേണ്ട വീട്ടിലെ സഹോദരനെ കെട്ടിത്തൂക്കി. ഇനി ഏത് നിമിഷം എന്നെ തട്ടിക്കളയും. അതിന് മുമ്പ് തന്നെ എനിക്ക് അങ്ങനെ ഒരു അകാല മൃത്യു എനിക്ക് ആഗ്രഹമില്ല. നാച്ചുറൽ ഡെത്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എനിക്ക് ജോലി എടുത്തുകൂടെ ജീവിക്കാൻ വയ്യാത്തൊരവസ്ഥ പേടിച്ചിങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലോ. മാത്രമല്ല ഞാൻ നല്ലൊരു സ്ഥാപനത്തിൽ അവർ 10-40 പേർക്ക് പണി കൊടുത്തിരിക്കുന്ന ഒരു നല്ലൊരു ഹോട്ടലില്ല. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് ആരെങ്കിലും വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആ ഹോട്ടലിൽ എന്തെങ്കിലും ഹാനി പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് വലിയ എനിക്ക് അഭയം തന്ന മനുഷ്യനായ വളരെ നല്ല ആൾക്കാരാണ്. ഒരു 3 ചേട്ടനിയന്മാർ കൂടി നടത്തുന്ന ഹോട്ടലാണ്. അപ്പോൾ മറ്റ് 10-40 പണിക്കാരുടെ അവർക്കൂടെ എൻ്റെ പ്രസൻസ് അവരെ കൂടെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ആ പണിയെ ഉപേക്ഷിച്ചിട്ട് ഒരിടത്ത് രഹസ്യമായിട്ട് താമസിക്കുകയാണ്. ടിക്കറ്റ് വരിക, ട്രെയിനിൽ കയറുക, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ കയറുക, പോകും. ഏത് വിധത്തിലുള്ള ടിക്കറ്റാണ് വരുന്നത് അതനുസരിച്ച് നമ്മൾ പോയിരിക്കും. അതാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഡിസിഷൻ അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമുക്ക് 3-4 ഭാഷയൊക്കെ അറിയാവുന്നതുകൊണ്ട് എവിടെ പോയാലും ജീവിക്കാം. താങ്കൾ മാനസിക നില തെറ്റിയ ആളാണ് എന്നുള്ള ആരോപണങ്ങൾ മുൻപ് പലരും വിളിച്ചു പറഞ്ഞു. ഇപ്പോൾ ആരെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? അത് കൊലയാളികൾ എന്തെല്ലാം പറഞ്ഞിട്ട് അവർക്ക് നോർമലായിട്ടുള്ള ഒരു കാര്യമല്ല, കൊലപാതകമാണ്. അപ്പോൾ എന്നെ മാനസിക രോഗിയാക്കുകയോ തല്ലിക്കൊല്ലുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണം. അതാണ് അവരുടെ ലക്ഷ്യം. അവരെ പല ഇതും പറഞ്ഞുകൊണ്ട് നടക്കും, പലരെയും സ്വാധീനിക്കും, പലരെയും കയ്യിലെടുക്കും. ഇതുപോലെ മുണ്ടക്കത്തുള്ള രമണി ചേച്ചിയോ പെരുന്നാട്ടിലെ കണ്ട സ്കെൽട്ടണോ അവർ ഏത് വഴി സ്വീകരിച്ചിട്ട് ഈ കേസിനെ വഴി തിരിച്ചുവിടാനേ അവർ നോക്കുകയുള്ളൂ. അതിന് പറ്റിയ ഉദ്യോഗസ്ഥന്മാർ അവരെ സിമ്പതി എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെന്ന് ഉദ്യോഗസ്ഥന്മാരെ കുറ്റം വേണ്ട കാര്യമില്ല. അവർ ചെന്ന് കയറുമ്പോഴേ കാണുന്ന പൊസിഷൻ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പം അയ്യോ നടക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞ്, 12 വയസ്സായ ഒരു മോള്, ഒരു ഭാര്യ, എന്നിട്ട് ഇവനിങ്ങനെ ഭ്രാന്തും വിളിച്ച് പറഞ്ഞിട്ട് ലോകത്ത് നടക്കുകയാണ്. അവന്റെ സ്വന്തം കുടുംബം നോക്കാതെ ജസ്നയുടെ പിന്നാലെ നടക്കുകയാണ്. അപ്പോൾ അവന് കുടുംബത്തോടുള്ള വൈരാഗ്യം തീർക്കാൻ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ ഉദ്യോഗസ്ഥരത് വിശ്വസിക്കുന്നു. പിന്നെ അവരുടെ പ്രൊട്ടക്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഏത് കൊലയാളിക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ. ഇപ്പോൾ അല്ല ഈസി ആയിട്ട് തരേണ്ട കേസല്ല, ഈസി ആയിട്ട്. ശരി, ഞാൻ പറഞ്ഞവരുടെ അടുത്ത് പോകണ്ട, ഞാൻ മാപ്പസാക്ഷിയാക്കാൻ പറഞ്ഞാൽ അവരെ വിളിച്ച് ഒരു ദിവസം പൊക്കിയെടുത്തോണ്ട് പോയി ചോദ്യം ചെയ്താൽ പോരെ. ഞാൻ പറയുന്നത് ഇന്ന ആളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ട്, ചോദിക്കണ്ടേ ഈ മരണം നടന്നതാണോ? ആ സാർ അയാൾ മരിച്ചു. എങ്ങനെ മരിച്ചു? ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ശരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പോസ്റ്റ്മോർട്ടം ചെയ്തില്ല സാർ, എന്തുകൊണ്ട് ചെയ്തില്ല? അങ്ങനെയല്ലേ ചോദിക്കണ്ടേ? ആ സാറേ അയാൾ മാനസിക രോഗിയായിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുന്നത്, ഞങ്ങളുടെ ഇവിടെ ഒരുത്തരുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരിച്ചു, ഞങ്ങൾ കൊണ്ട് കത്തിച്ചു. അതുപോലെ ഇപ്പം രമണി ചേച്ചി പറഞ്ഞു ഇങ്ങനെ മുണ്ടക്കത്തങ്ങളുടെ ലോഡ്ജിൽ വന്നു. ജെയിംസിനെ 1 മാസം മുമ്പ് ഇവർ വിളിച്ച് പറഞ്ഞിരുന്നു. ജസ്നയുടെ അപ്പനെ വിളിച്ച് പറഞ്ഞു. ചോദിച്ചാൽ പറയാം ജസ്നയുടെ അപ്പൻ നമ്പർ ഇവർക്ക് ആർക്ക് കൊടുത്തു? ഈ കേസുമായിട്ട് 7 വർഷമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എനിക്ക് ജസ്നയുടെ അപ്പൻ ഇതുവരെ നമ്പർ തന്നിട്ടില്ല. ജസ്നയുടെ അപ്പൻ്റെ നമ്പർ ഇവർക്ക് ആര് കൊടുത്തു? കൊലയാളികൾ കൊടുത്തു. അല്ല, ജസ്നയുടെ പിതാവ് സമാന്തരമായിട്ട് കേസ് അന്വേഷിക്കുന്നുണ്ട്, വേറെ ആളുകളെ വെച്ച് അന്വേഷിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഈ രമണിക്ക് ജസ്നയുടെ അപ്പൻ്റെ നമ്പർ ആര് കൊടുത്തു? ഈ കഥ ക്രിയേറ്റ് ചെയ്ത് ഇവരെ ഉത്സാഹിപ്പിച്ചവർ കൊടുത്ത നമ്പർ കൊണ്ടാണ് ജസ്നയുടെ അപ്പനെ വിളിച്ചിട്ട് അവർ പറഞ്ഞത്. ഇല്ല, രമണിക്ക് ജസ്നയുടെ പിതാവിന്റെ നമ്പർ കിട്ടാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനൊന്നും അല്ല, നമ്മളിങ്ങനെ ജയിൽ പുള്ളിയാണ്. ഇപ്പോൾ ജയിൽ പുള്ളി കഴിഞ്ഞു വന്നല്ലേ, നമ്മുടെ വാക്കിനൊന്നും വില കൽപ്പിക്കണ്ട. ഇപ്പം എനിക്കിത്രയും മനസ്സിലായി, എൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമായി, എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ സഹോദരൻ മരിച്ചു, കെട്ടി തൂക്കിയവർ, ഇനി ഞങ്ങൾ 4 പേര് ഇതിലേക്ക് ഹോമിക്കപ്പെട്ടവരാണ്. അപ്പോൾ ചേട്ടന് ഈ ഇന്റർവ്യൂവിന് ശേഷം അധികം വൈകാതെ, മണിക്കൂർ
മണിക്കൂറുകൾക്കുള്ളിൽ ദിവസങ്ങൾക്കുള്ളിൽ കേരളം വിടുകയാണ്. വിടുകയാണ്. എവിടെയാണ് എന്താണ് ഏതാണെന്ന് ഇനി അങ്ങോട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ഈ നമ്പറുണ്ട്. ബ്ലോക്ക് ചെയ്തില്ലെങ്കിൽ വിളിച്ച് നോക്കുക, കിട്ടുക, എടുക്കാം. എനിക്ക് സേഫ് എന്ന് ചെല്ലുന്ന ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കും. അതിനകത്ത് ഒന്നും സംഭവിക്കില്ല. അത് ഒരു പേടി മാത്രമായിരിക്കട്ടെ. ഞാനിപ്പം ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു. അപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര ഈയിടെ പറഞ്ഞു, ദൈവം 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 എന്ന് പറഞ്ഞ ആൾക്കാർ കയ്യും കാലിട്ട് അടിക്കുന്നു. ദൈവം അത്ര ശക്തിമാണെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന ദുഷ്കർമ്മങ്ങളെല്ലാം നിർത്തി കഴിഞ്ഞിട്ട് എല്ലായിടത്തും സമ്മാനം കൊടുക്കണ്ടേ? ഇത് ചെയ്യാൻ ഇവിടെ കൊല്ലാനുള്ള കൊല്ലുന്നു, ചാകാനുള്ള ചാകുന്നു, ബാക്കി സ്വർഗത്തിൽ ചെന്നിട്ട് അല്ലെ നരകത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്യാം? സന്തോഷ് ജോർജ് എന്ത് റോളാ? അപ്പൊ ആ ദൈവം ഇപ്പൊ ആ ദൈവത്തെ അതേ കണ്ടീഷനാണ് എന്റെ വിശ്വാസം. ഞാൻ ഈ ദൈവം 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു. വെറും വിഡിത്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നുകൊടുക്കി. അതിന്റെ അവശിഷ്ടമായിട്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പാലസ്തീന്, ഇസ്രായേൽ, ദിവസം എത്ര ആൾക്കാരാണ് മരിക്കുന്നത്? അപ്പോഴും ദൈവം കൈകൊട്ടി ചിരിക്കുക. അപ്പം ദൈവം ആരാണ്? നിങ്ങളുടെ ബൈബിൾ നമ്മൾ ശരിക്കും വായിച്ചു. അതിപ്പോൾ അതിനകത്ത് സോളമനും ദാവീദും ഒക്കെ ലക്ഷക്കണക്കിന് മൃഗങ്ങളെ ബലി കൊടുത്തിട്ട് ലേവ്യന്മാർ പൂജിക്കുന്നതും ആ ഇറച്ചി തിന്നുന്നു. ഇങ്ങനെ ദൈവം തന്നെ ഒരു രക്തക്കൊതിയനാണല്ലോ എന്നൊക്കെ ഓർത്ത് കഴിയുമ്പോൾ നമുക്കും ദൈവവിശ്വാസം. എന്ത് നീതിയാണ് സ്വർഗത്തിൽ പോയിട്ട് ദൈവം ഉരുട്ടി തരാനുള്ളത് അല്ലേ? അതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ CBI ഒന്നും ഉരുട്ടി തരാനില്ല, നമുക്ക് ക്രൈംബ്രാഞ്ച് ഒന്നും ഉരുട്ടി തരാനില്ല, ദൈവം ഒന്നും ഉരുട്ടി തരാനില്ല. അപ്പം നമ്മൾ അവശേഷ ജീവനെ കൊണ്ട് നമ്മൾ പോവാം. ആമേൻ ആമേൻ ആമേൻ. പോരെ.